എല്ലാവർക്കും നമസ്കാരം. നമ്മൾ തക്കാളി കൃഷി വിജയിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നടപടിക്രമങ്ങൾ സ്വീകരിച്ചാൽ തക്കാളി കൃഷി നല്ല വിജയമാവും കേട്ടോ. കാരണം 45 ദിവസം കൊണ്ട് ഞങ്ങൾ തക്കാളി നല്ല ഉഷാറായിട്ടുണ്ട്. കണ്ടില്ലേ, ഈ തോട്ടം കണ്ടില്ലേ, ഒരു 30ഓളം തൈ നട്ടതാണ്. ഒരു 45 ദിവസം കൊണ്ട് ഇപ്പോൾ പൂവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നല്ല ആരോഗ്യത്തോടെ വളർന്നു വരണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ തുടക്കത്തിൽ ചെയ്യണം. കാരണം തക്കാളി കൃഷിയുടെ ഏറ്റവും വലിയൊരു പരാജയത്തിന് കാരണം തക്കാളി വാട്ടരോഗം വരും. അത് നമ്മൾ പുളിപ്പുരസമാണ് മണ്ണിൻ്റെ പ്രധാന കാരണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതേപോലെ കുമ്മായ വസ്തുക്കൾ ഇട്ടിട്ട് ഒരു 10-15 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോഴത്തേക്ക് നമ്മൾ മണ്ണിലെ pH ക്രമീകരിക്കും. അപ്പോൾ പുളിപ്പുരസം പോകും. അപ്പോൾ നമ്മൾ വാട്ടരോഗം വരില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ തക്കാളി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം കുമ്മായി ഇതുപോലെ വെതറിയിട്ടു. അതിനുശേഷം പിന്നെ ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ചാണകപ്പൊടി ഇട്ടിട്ട് വീണ്ടും തടം നന്നായിട്ട് ഇളക്കി. എത്രമാത്രം മണ്ണിന് എയറേഷൻ കിട്ടുമോ അത്രമാത്രം നല്ലതാണ് കേട്ടോ. ചാണകപ്പൊടി ഇട്ട് ഇളക്കി പിന്നെ നമ്മൾ തൈ നടാൻ വേണ്ടി റെഡിയാവുകയായി. തൈ നമ്മൾ ട്രയലിൽ നിന്ന് വളരെ ശ്രദ്ധയോടെ എടുക്കണം. പിന്നെ തക്കാളിക്ക് നമ്മൾ ചെടികൾ നല്ല ആരോഗ്യത്തോടെ വരാൻ വേണ്ടി എല്ലുപൊടി നല്ലതാണ് കേട്ടോ. ഫോസ്ഫറസ് വളമായ എല്ലുപൊടി തക്കാളി കൃഷിക്ക് നല്ലൊരു വളമാണ്. അപ്പോൾ തുടക്കത്തിൽ അത് ഇട്ട് കൊടുക്കണം, എങ്കിലേ നമ്മൾ ആരോഗ്യത്തോടെ ചെടി വളരുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഞാനും എന്ത് ചെയ്തു, എല്ലുപൊടി നന്നായിട്ട് ചേർത്തു. എല്ലുപൊടിയും ചേർത്തു, അതിൻ്റെ കൂടെ വേപ്പും പിണ്ണാക്കും ചേർത്തിട്ടുണ്ട്. വേപ്പും പിണ്ണാക്ക് പിന്നെ കുറച്ച് ഡ്രൈക്കോഡർമ, നമുക്കറിയാം ഡ്രൈക്കോഡർമ ജീവാണു വളമാണ്, അതും കുറച്ചിട്ടിട്ടാണ് തൈ നന്നായിട്ട് ഒരു 1.5 അടി അകലത്തിൽ തന്നെ നമ്മൾ ചെറിയൊരു അളവൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അളവൊക്കെ വെച്ചിട്ട് 1.5 അടി അകലത്തിലാണ് നട്ടത്. ഇത് കണ്ടില്ലേ, ഏകദേശം ഒരു 45 ദിവസത്തേക്കുള്ള വളം നമ്മൾ ഇതിനകത്ത് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക് പിന്നെ ഇതില്ലേ നമ്മളെ ഉണങ്ങിയ കരികിലൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു. അതുകൊണ്ട് തന്നെ 45 ദിവസം കൊണ്ട് നല്ല ആരോഗ്യത്തോടെ വന്നു. ഈ 45 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്ത വളം എന്ന് പറഞ്ഞാൽ, ഒരു വളം നമ്മൾ ചെയ്തത്, നമ്മൾ വീട്ടിൽ ഡെയിലി കളയുന്ന ഉള്ളിത്തൊലി, പഴത്തിൻ്റെ തൊലി, ഇത് നമ്മളൊരു ബക്കറ്റിലിട്ടിട്ട് നന്നായിട്ട് ഒരു 48 മണിക്കൂർ അത് ഒന്ന് അഴുകാൻ അവസരം വെച്ചു. എന്നിട്ട് നന്നായിട്ട് പീച്ചിട്ട് അതിൻ്റെ സ്ലറി എടുത്ത് ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ഓരോ 4 തടത്തിൻ്റെ ഉള്ളിൽ ഇടയ്ക്കൊരു ചെറിയൊരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം പ്ലാസ്റ്റിക്കിൻ്റെ, അടിയിൽ ഹോൾസ് ഉള്ളതാണ്. അതിലാണ് ഈ ചവറ് നമ്മളിതിൻ്റെ വേസ്റ്റ് ഇല്ലേ, ഉള്ളിത്തൊലിയുടെ ചാറെടുത്തതിൻ്റെ അതിൻ്റെ വേസ്റ്റ് നമ്മൾ അതിനകത്ത് ഇടാൻ പറ്റും. അതിലൂടെ നമുക്ക് അതിന് വളം കിട്ടും കേട്ടോ. അത് പിന്നെ കുറച്ച് അതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ ചെയ്തൊരു വളം എന്ന് വെച്ചാൽ നമ്മൾ പച്ചച്ചാണകവും കടലപ്പിണ്ണാക്കില്ലേ പുളിപ്പിച്ചത്, അതൊരു 48 മണിക്കൂർ പുളിക്കാൻ വെച്ചു. അതിലേക്ക് പിന്നെ ഒരു 15 ഇരട്ടി വെള്ളം ചേർത്തു. ആ സമയത്ത് നമ്മൾ കുറച്ച് ഇതും ചെയ്തു, നമ്മളെ വേപ്പും പിണ്ണാക്ക് എപ്പോഴും ഇടുന്നതല്ല. കാരണം ചെറിയ പ്രാണികൾ, ജീവികളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് നല്ലതാണ്, മണ്ണിൽ ചേർക്കുമ്പോൾ നല്ലതാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒരു 15 ഇരട്ടി വെള്ളവും ചേർത്തിട്ട് ഈ തടത്തിൽ ചുറ്റും ഒഴിച്ചു കൊടുത്തു. ചെറുതായിട്ടൊന്ന് ഇളക്കുന്നത് നല്ലതാണ്, കാരണം തറഞ്ഞ മണ്ണാണെങ്കിൽ, കാരണം ഞാൻ പിന്നെ ഇത് മണ്ണ് തറഞ്ഞാലെങ്കിലും ചെറുതായിട്ടൊന്ന് ഇളക്കി വേരിന് ക്ഷതം പറ്റാത്ത രീതിയിൽ ചുറ്റും ഒന്ന് ഇളക്കണം. ഇളക്കിയതിന് ശേഷം നമ്മൾ ഈ പച്ചച്ചാണക കടലപ്പിണ്ണാക്കിൻ്റെ സ്ലറി ഒഴിച്ചു കൊടുക്കുന്നു. ഈ വളം ഒരു 2 തവണ ഒഴിച്ചു കൊടുത്തു. ഈ ഉള്ളിത്തൊലിയുടെ സ്ലറി ഉണ്ടല്ലോ, അതും നമ്മൾ 2 തവണ. സത്യം പറഞ്ഞാൽ ഈ 2 വളപ്രയോഗങ്ങൾ ഈ 45 ദിവസത്തിനുള്ളിൽ ചെയ്തിട്ടുള്ളൂ. കണ്ടില്ലേ, തൈകളെല്ലാം നല്ല ആരോഗ്യത്തോടെ വളർന്നു വന്നു. ഇപ്പോൾ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അനുവർത്തിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. തക്കാളി കൃഷി പരാജയമാണെന്ന് പറഞ്ഞാൽ ആരും മാറി നിൽക്കരുത്.